പ്രിയ കുട്ടികളെ, ആഡിങ് ആംഗിൾസ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ്സോടുകൂടി തീരുകയാണ്. പാരലൽ ലൈൻസ് ടി വിയിലെ വിക്ടേഴ്സ് ചാനൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായും കണ്ട ശേഷം നോട്ട്ബുക്കിൽ ഇതിൻ്റെ ഹോംവർക്കുകൾ ചെയ്യുക. അടുത്ത ബുധനാഴ്ച ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. ഓൺലൈനായിട്ടാണ് ടെക്സ്റ്റ് പേപ്പർ നടക്കുക. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്ന പാഠഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരേണ്ടതാണ്. മാതാപിതാക്കൾ കുട്ടികളെ ഇക്കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ തവണത്തെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസിൽ വളരെയധികം കുട്ടികൾ തെറ്റുവരുത്തിയ ഒരു പ്രോബ്ലമാണ് ഈ കാണുന്നത്. ഇവിടെ ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ഈച്ച് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് നോക്കാം. ഇതാണ് എ സി ഡി എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് എ സി ഡി. ഈ ആംഗിളാണ് എ സി ഡി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബി സി ഡി ആണ്. ബി സി ഡി ബി സി ഇ. ബി സി ഇ മീൻസ് ഇതാണ്. ഈ ആംഗിളാണ് ബി സി ഇ എന്ന് പറയുന്നത്. ഈ രണ്ട് ആംഗിളും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 30 ഡിഗ്രി എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് രണ്ട് സൈഡിൽ ഇവിടെ ഒരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ആംഗിളുണ്ട്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിളും നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയാം ടോട്ടൽ ആംഗിൾ ലീനിയർ പെയർസിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. സോ വി ഗെറ്റ് 150 ഡിഗ്രിയാണ് ഇവിടെ ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം ആയിട്ട് വരുന്നത്. ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും കൂടെ സം ആണ് 150 ഡിഗ്രി. രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് 150 ഡിവൈഡ് ബൈ 2, അതെ, ദാറ്റ് മീൻസ് 75 ആയിരിക്കും ഓരോ ആംഗിളിൻ്റെയും വാല്യൂ. ഇവിടെ രണ്ട് സൈഡിലും 75 ഡിഗ്രിയാണ്. പല കുട്ടികളും ഇതാണ് ആൻസർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ചു നോക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നത്. സോ വി ഹാവ് ടു ആക്ച്വലി ഫൈൻഡ് ഔട്ട് ദി ആംഗിൾ എ സി ഡി. ഈ ആംഗിളാണ്. ദാറ്റ് മീൻസ് 75ഉം 30ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് റിസൾട്ട് കിട്ടുക. സോ ഹിയർ 75 പ്ലസ് 30 is equal to 105 degree is the answer. കൂടാതെ ബി സി ഇ ഇതും ചോദിച്ചിട്ടുണ്ട് എത്രയാണെന്ന്. സോ വി അഗൈൻ ആഡ് 30 ഡിഗ്രി പ്ലസ് 75 ഡിഗ്രി. ഇവിടെയും 105 ഡിഗ്രി തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. തെറ്റിയത് കുട്ടികൾക്ക് മനസ്സിലായാലോ? ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതാണ്. Look here an angle below a straight line. This also a linear pair, but the angle is formed under the horizontal line. So here one angle is 40 degree. Then definitely what the other value will be, you know what it is, what will be? Definitely it is this angle. Value of this angle will be 140 degree, because we know that the sum of the linear pair is 180 degree. അപ്പോൾ ലീനിയർ പെയർ നേരെ നിൽക്കുന്ന മാത്രമല്ല, തലതിരിച്ചിട്ടാലും അത് ലീനിയർ പെയർ തന്നെയായിരിക്കും. അതുപോലെ ഇതിവിടെ ഇങ്ങനെ ഒരു ആംഗിള്, ഇത് ഇങ്ങനെ ചോദിച്ചാലും സപ്പോസ് വൺ ആംഗിൾ ഇസ് 40 ഡിഗ്രി, ഇതും ലീനിയർ പെയർ തന്നെയാണ്. നെക്സ്റ്റ് ആംഗിൾ വിൽ ബി 140 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന മറ്റൊരു പ്രോബ്ലമാണിത്. ലീനിയർ പെയർ ആണ്. വൺ ആംഗിൾ ഇസ് ഗിവൺ, ദാറ്റ് ഇസ് 100 ഡിഗ്രി. അതർ ആംഗിൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നോട്ട്ബുക്കിലേക്ക് ഇത് റീറൈറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുക. Again this one, this also already we solved.
but you have to rewrite on your notebook and find out the value of other angle. This one also linear pair, you have to find out the next angle. This is another one. You have to take two set square from your instrument box. You know that there are two types set square in your instrument box. Take this and arrange them like this and draw a line like this. Here it is marked as red line. Then remove two set square. Then you can see the angle on your notebook. Take your protractor and measure the angle formed. ഇവിടെ നടുക്കുണ്ടായിരിക്കുന്ന ഈ ആംഗിൾ നിങ്ങൾ മെഷർ ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതുക. ഇവിടെ വേറൊരു ലീനിയർ പെയർ തന്നിട്ടുണ്ട്. 75 degree one angle, then other angle you have to find out. Then we are now going to next topic. In your textbook, the heading is given as cutting across. Cutting across എന്ന ഹെഡിങ്ങിൽ 4 ആംഗിൾസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്, കട്ടിംഗ് അക്രോസ്. Now consider a straight line like this and another line crossing the first line. That is, the second line is intersecting the first line. Here there are 4 angles are formed. One is this one, another is this one, third one, fourth one. All these angles are right angles. This one right angle, that is 90 degree, and this also 90 degree, and this one 90 degree, and last one 90 degree. And sum of these 4 angles, that is 90 plus 90 plus 90 plus 90 is equal to 360 degree. ഇത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. 4 ആംഗിൾസ് ഒരു സെൻട്രൽ പോയിന്റ് ചുറ്റും ഫോം ചെയ്യുമ്പോൾ 4ന്റെയും കൂടെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. Now let us see an animation. Here there are 4 angles, each are 90 degree, and here opposite angles are marked in the same color. These opposite angles always will be equal in value. Now we can change the value of these angles. Look here. Now it is changing. Now 40 degree opposite angle is 40 degree, and 140 degree opposite angle is 140 degree. These opposite angles is known as vertical angles. These opposite angles always will be equal. Now let us see another one. Now this 50 50 and opposite 130 130. These angles also equal. Another thing, here also the linear pairs, sum of the linear pairs is 180 degree. Here 50 degree plus 130 degree is equal to 180 degree. Then again we can change the line to other direction. Again 76 76, 104 104, then 62 62, 118 opposite angles also same. Now again changing 50 50, 130 130. Okay, this is one of the another important thing that you have to keep in your mind. This is the vertical angles. The value of the opposite angles are equal. These opposite angles is called vertical angles.
Now when two lines intersect, four angles are formed. Each opposite pair are called vertical angles. Now there is a definition in your textbook. Among the four angles made by two lines cutting across each other, sum of each pair of nearby angles is 180 degree. That is linear pair ആണത്. തൊട്ടടുത്തടുത്തുള്ള രണ്ട് ആംഗിളിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതോടൊപ്പം തന്നെ നോക്കേണ്ട ഒരു പ്രധാന കാര്യം, എതിർവശത്തുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ലീനിയർ പെയർ കൊടുത്തിട്ടുണ്ട്. 105 ആൻഡ് 75. 105 പ്ലസ് 75 180 ഡിഗ്രിയാണ്. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദി അതർ ആംഗിൾസ്? ഈസിയാണ്. 75 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ 75 തന്നെ ആയിരിക്കും. 105ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 105 ആയിരിക്കും. ലൈക്ക് ദിസ്. Then here another four angles. 120. One angle is given. Then you can find out the value of other angles. Now listen here. This is 120 degree adjacent angle. That is this one or this one. The value of the adjacent angle we can find out because sum of the linear pair is 180 degree. So this angle is 60 degree. Then opposite angle is also 60 degree. And this is 120 degree. Then opposite angle, this one, its value is also 120. Now there is a work for in your textbook. Here three angles are given. One angle you have to given, other angles you have to find out. Here 45 degree one angle is given. All other angles you have to find out. Also this is also 110. One angle is given. You know that is opposite angle is same value. That is also 110 degree. അതുപോലെ അഡ്ജസൻ്റ് ആംഗിളിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കാരണം അഡ്ജസൻ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇതും ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ബാക്കിയുള്ള വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ലെറ്റ് us do it എന്നും പറഞ്ഞ് ഒരു പ്രോബ്ലം ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് ലാസ്റ്റായിട്ട് അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ആംഗിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 4 നിങ്ങൾ ആൻസർ ചെയ്യണം. ലുക്ക് ചെയ്യാം. നമുക്ക് ഒരെണ്ണം ഇവിടെ ഇപ്പോൾ ട്രൈ ചെയ്യാം. Here this is a 50 degree angle. Then opposite angle, this also its value will be 50 degree. And this angle and this angle are linear pairs. One is given, that is 50 degree. Then value of this angle will be 130 degree. This is 130 degree. Then this angle also we have to find out. We know that sum of these 3 angles is 180 degree. 2 angles 50 degree and 70 degree is given. Then value of the third angle that you have to find out. The value of the fifth angle is 60 degree. Then here 50 degree plus 70 degree plus 60 degree is equal to 180 degree. ഇതുപോലെ ബാക്കിയുള്ള 3 പ്രോബ്ലംസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കണ്ടുപിടിക്കുക. മറ്റൊരു കാര്യം, റൈറ്റ് ഓൾ നോട്ട്സ് ഓൺ യുവർ നോട്ട്ബുക്ക് ആൻഡ് സെൻഡ് മീ ത്രൂ വാട്സപ്പ്. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അതുപോലെ ഒരു ടെക്സ്റ്റ് പേപ്പർ ഉണ്ട് ഓൺ വെനസ്ഡേ ജൂലൈ 1. അതിനുവേണ്ടി എല്ലാവരും റെഡി ആയിരിക്കുക. ഓൺലൈൻ ടെക്സ്റ്റ് പേപ്പർ ആയിരിക്കും. ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. ഹാവ് എ നൈസ് ഡേ.